എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ ഏറ്റവും ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് ഓപ്പറേഷൻ ഒലീവിയയെ കുറിച്ചിട്ടാണ്. എന്താണ് ഓപ്പറേഷൻ ഒലീവിയ? ഓപ്പറേഷൻ ഒലീവിയയിലേക്ക് എത്തുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പേരാണ് ഒലീവ് റിഡ്ലീസ് എന്നറിയപ്പെടുന്ന ഒരു പേര്. ഒലീവ് റിഡ്ലീസ് എന്ന് പറയുന്നത് വളരെയധികം പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ എല്ലാ വർഷങ്ങളിലും വാർത്തകളിൽ നിറയുന്ന ഒരു പേരാണ് ഒലീവ് റിഡ്ലി എന്ന് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും സ്മോളസ്റ്റ് ഓഷ്യൻ ടർട്ടിലുകളിൽ ഒന്നാണ്. ഓഷ്യൻ ടർട്ടിലുകൾ ആമകളിൽ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ആമ വിഭാഗത്തിൽ പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ആമ വിഭാഗമാണ് ഒലിവ് റിഡ്ലി എന്ന് പറയുന്നത്. ഇതൊരു ഓഷ്യൻ ടർട്ടിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇത് പലപ്പോഴും എന്താണ് കോസ്റ്റൽ ഏരിയാസിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒഡീഷ പോലുള്ള കോസ്റ്റൽ ഏരിയാസിൽ കൂടുതൽ കാണപ്പെടുന്ന ഒരു വിഭാഗമാണ് ഒലിവ് റിഡ്ലി എന്നറിയപ്പെടുന്ന ഈ ആമ വിഭാഗം. ഇതിനെ വ്യത്യസ്തരാക്കുന്നത് മറ്റൊന്നുമല്ല, ഇത് പലപ്പോഴും ബ്രീഡിംഗ് ആൻഡ് നെസ്റ്റിംഗ് ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും ഈ ബ്രീഡ് ചെയ്യുന്നത് കോസ്റ്റൽ ഏരിയാസിൽ അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെയാവും അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് തന്നെയാണ്. എന്നാൽ ഇവ മുട്ടയിടാൻ വരുന്നത് അവരെവിടെയാണോ ജനിച്ചു വളർന്നത് അതേ ബീച്ച് സൈഡിലാണ് മുട്ടയിടാൻ വരുന്നത്. അപ്പൊ അതിനൊരു പ്രത്യേകതയായിട്ടുള്ള ഒരു നെസ്റ്റിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഏകദേശം 1.5 മുതൽ 2 അടി വരെ നീളമുള്ള അല്ലെങ്കിൽ ആഴമുള്ള കുഴികളിലാണ് അല്ലെങ്കിൽ ഒരു നെസ്റ്റുകളാണ് ഇവ ഉണ്ടാക്കുന്നത്. ഇവിടെ മുട്ടയിടാറുണ്ട്. മുട്ടയിട കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അത് വിരിയും, വീണ്ടും കടലിലേക്ക് ഇറങ്ങും. ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഇതിന് വളരെയധികം തരത്തിലുള്ള അപകട മേഖലകളിൽ കൂടെ കടന്നു പോകേണ്ടതുണ്ട്. സാധാരണ പറയാറുണ്ട് 1000 മുട്ടകളിൽ നിന്ന് ഒരെണ്ണമായിരിക്കും സർവൈവ് ചെയ്യുക എന്ന ഒരു കണക്കും പറയാറുണ്ട്. ഇതെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഇത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ് ആയിട്ടുണ്ട്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം ഷെഡ്യൂൾഡ് വൺ ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരു എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ്. 2 IUCN റെഡ് ലിസ്റ്റിൽ വൾണറബിൾ ആയിട്ടുള്ള ഒരു വിഭാഗത്തിൽ പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ഒലിവ് റിഡ്ലീസിനെ. 3ാമത് നോക്കുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റും സൈറ്റ്സിന്റെ അപ്പൻഡിക്സ് 1 ഇതിനെ എൻലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ജീവജാലമാണ് ഈ ഒലിവ് റിഡ്ലി എന്നറിയപ്പെടുന്ന ഈ വിഭാഗം. എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് പ്രത്യേകത. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പ്രത്യേകതകൾ എന്ന് വെച്ചാൽ നെസ്റ്റിംഗ് ഹാബിറ്റ്സ് പലപ്പോഴും എവിടെയാണ്? ഈ നാച്ചുറൽ വേൾഡ് ഇൻക്ലൂഡിംഗ് മാസ് നെസ്റ്റിംഗ് കോൾഡ് അരിബദാസ് എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. ഈ അരിബദാസ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഒരു തരത്തിലുള്ള ഇതിന്റെ ഒരു നെസ്റ്റിംഗ് പാറ്റേണിന്റെ പേരാണ് അരിബദാസ് എന്നറിയപ്പെടുന്നത്. ഏകദേശം 450 കിലോമീറ്റേഴ്സ് ലോങ് ഒഡീഷൻ കോസ്റ്റ് ഹാസ് 3 അരിമദ ബീച്ചസ് അറ്റ് ഗഹിർമാത, the mouth of Devi River and Rushikulya, where about 1 lakh nests are found annually. നമുക്കറിയാം പലപ്പോഴും ഇവിടെ പല സ്ഥലങ്ങളിൽ നിന്നും ഒഡീഷയുടെ തീരങ്ങളിൽ പലയിടങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ ഏകദേശം 3ഓളം വരുന്ന അരിബദാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നെസ്റ്റിംഗ് പാറ്റേണിന്റെ പേരാണ് ഈ അരിബദാസ് എന്ന് പറയുന്നത്. ഈ നെസ്റ്റിംഗ് പാറ്റേൺ പലപ്പോഴും എവിടെയാണ്? 450 കിലോമീറ്റർ ലോങ് ഒഡീഷ കോസ്റ്റിൽ പല സ്ഥലങ്ങളിലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഏകദേശം പ്രധാനമായിട്ടും 3 ബാച്ചസ് ആണെങ്കിൽ 3 ബീച്ചുകളിലാണ് ഈ അരിബദാസ് കാണപ്പെടുന്നത്. അതെവിടെയൊക്കെയാണ്? ഒന്ന് ഗഹിർമാത, ദേവി നദിയുടെ മൗത്തില്, അതുപോലെ തന്നെ ഋഷികുല്യ, വേർ അബൌട്ട് 1 lakh nests are found. അതുപോലെ തന്നെ വേറൊന്നും കണ്ടിരിക്കുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ ഏകദേശം 5000ഓളം നെസ്റ്റുകൾ കണ്ടെത്തിയിട്ടുമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഈ ഒരു അരിബദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒലിവ് റിഡ്ലീസിന്റെ, അതായത് ഈ സ്മോളസ്റ്റ് ഓഷ്യൻ ടർട്ടിൽസിന്റെ നെസ്റ്റിംഗ് പാറ്റേൺ പറയുന്ന പേരാണ് അരിബദാസ്. അപ്പൊ ഈ അരിബദാസ് കാണുന്ന സ്ഥലം അല്ലെങ്കിൽ കാണപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒഡീഷ കോസ്റ്റിന്റെ ആണ്. ആ ഒഡീഷ കോസ്റ്റിന്റെ ലെങ്ത് ഏകദേശം 480 കിലോമീറ്റർ ആണ്. ഈ ഒഡീഷ കോസ്റ്റിൽ 3ഇടത്താണ് ഇത് കാണുന്നത്, അരിബദാസ് കാണുന്നത്. പ്രധാനമായിട്ട് കാണുന്നത് എവിടെയാണ്? ഒഡീഷ ഗഹിർമാതയിലും അതുപോലെ തന്നെ ഋഷികുല്യയിലുമാണ് ഇത് 2 കാണുന്നത്. പിന്നെ എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ ഏകദേശം 5000ഓളം വരുന്ന ഒരു അരിബദാസ് അല്ലെങ്കിൽ നെസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ സീ ടർട്ടിൽസ് ജനറലി റിട്ടേൺ ടു ദെയർ നേറ്ററൽ ബീച്ച്. ഇവർ ജനിച്ച സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഈ വിഭാഗം ജനിച്ച സ്ഥലത്തേക്ക് ഇവർ തിരിച്ചു വരികയും അവിടെയാണ് ഈ കൂട് കൂട്ടുകയും മുട്ടയിടുകയും ചെയ്യുന്നത്.
ഈ നെസ്റ്റ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഈ ബീച്ച് സൈഡിലായത് കൊണ്ട് തന്നെ, മണൽത്തിട്ടകളിലായത് കൊണ്ട് തന്നെ ഒരുപാട് അപകടങ്ങൾ ഇവയ്ക്ക് തരണം ചെയ്യേണ്ടതുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒന്നാണ് പ്രിഡേറ്റേഴ്സിന്റെ ആക്രമണം എന്ന് പറയുന്നത്. ചിലപ്പോൾ നായ്ക്കൾ വന്ന് കൊണ്ടുപോകാം, അല്ലെങ്കിൽ തിര ഇടിഞ്ഞു പോകാം, അല്ലെങ്കിൽ തിര കാരണം തീരം ഇടിഞ്ഞു പോകാം, മണൽ ഒഴുകിപ്പോകാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ ടൂറിസം പ്രൊമോഷൻ ആണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. അപ്പൊ കഴിവതും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഡ്യൂറിങ് നവംബർ ടു ഡിസംബർ ആ റേഞ്ചിൽ എന്ത് ചെയ്യണം, ഈ ടൂറിസം എന്ന് പറയുന്നത് കുറയ്ക്കണം. അതുപോലെ തന്നെ എന്താണ്, ഈ വലിയ ട്രോളിംഗ് അല്ലെങ്കിൽ ഡീപ്പ് വാട്ടർ ട്രോളിംഗ് ഒഴിവാക്കണം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ ഡീപ്പ് വാട്ടർ ട്രോളിംഗ് ഒഴിവാക്കണം, ടൂറിസം ഒഴിവാക്കണം. അതുപോലെ തന്നെ എന്താണ്, മൃഗങ്ങളെ കഴിവതും ഇവിടെ നിന്ന് ഓടിച്ചു വിടുക എന്നുള്ള ഉദ്ദേശം കൂടെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. എന്തുകൊണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ആ മൃഗങ്ങളെ ഒഴിവാക്കേണ്ടത്? ഈ തരത്തിലുള്ള ഒലിവ് റിഡ്ലീസിന്റെ നെസ്റ്റിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആരാണ്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആണ് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അപ്പം ആ കോസ്റ്റ് ഗാർഡിന്റെ അത്തരത്തിലുള്ള ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഒലിവിയ. നമുക്ക് ഒന്നുകൂടെ നോക്കാം ഓപ്പറേഷൻ ഒലിവിയയിലേക്ക് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് നോക്കാം ഒലിവ് റിഡ്ലീസിനെ കുറിച്ച് അറിയാം. ഒലിവ് റിഡ്ലീസ് എന്താണ്? സ്മോളസ്റ്റ് ഓഷ്യൻ ടർട്ടിൽ ആണ്. ഇവ കാണുന്നത് എവിടെയാണ്? ഒഡീഷ തീരങ്ങളിലാണ് അധികം കാണുന്നത്. ഇത് നമ്മുടെ IUCN റെഡ് ലിസ്റ്റിലും സൈറ്റ്സ് അപ്പൻഡിക്സ് 1ലും ഷെഡ്യൂൾ 1 ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ 1972 പ്രകാരവും ഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ നിയർ ടു എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ്. കാരണം എന്താണ്? ഇവയെ ഒഴുകുന്ന മുട്ടകളിൽ 1000 മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ് സർവൈവ് ചെയ്യുന്നത്. പത്രത്തിലേക്ക് വരുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പ്രിഡേറ്റേഴ്സ് പോലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മൃഗങ്ങളുടെ ആക്രമണം, മനുഷ്യ നിർമ്മിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ എന്താണ്, ട്രോളിംഗ്, ടൂറിസം തുടങ്ങിയ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ തിര കാരണം തീരം ഇടിഞ്ഞു പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്തുകൊണ്ടാകാറുണ്ട്? ഈ ഒലിവ് റിഡ്ലീസിന്റെ പ്രജനനത്തിനെ തടസ്സപ്പെടുത്താറുണ്ട്. എന്നാൽ അവയെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോവുകയും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അവരെ സംരക്ഷിച്ചു വയ്ക്കുവാനുമുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഇനിഷ്യേറ്റീവ് ആണ് ഓപ്പറേഷൻ ഒലിവിയ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ഒലിവിയ തുടങ്ങിയത് ഏർലി 1980s എന്തിനു വേണ്ടിയിട്ടാണ്? ഇവയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവരുടെ ബ്രീഡിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിന്റെ നെസ്റ്റിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ നെസ്റ്റിംഗ് നടക്കുന്ന സമയം എത്ര കാലം തൊട്ട് എത്ര കാലം വരെയാണ്? നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഇവയുടെ നെസ്റ്റിങ്ങും അല്ലെങ്കിൽ പ്രജനനം എന്ന് പറയുന്നത്. അപ്പോ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആണ് ഇവയെ സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കോസ്റ്റ് ഗാർഡ് ഇൻഡെക്സ് 3 ALH Mk3 ഹെലികോപ്റ്റേഴ്സ്. ഈ ALH Mk3 ഹെലികോപ്റ്റേഴ്സ് ആരാണ് ഉണ്ടാക്കിയത് എന്നാൽ ചിലപ്പോൾ PSCയിലൊക്കെ ചിലപ്പോൾ ചോദ്യങ്ങളായിട്ട് വരാം. ഇത് ഉണ്ടാക്കിയത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL ആണ് ഇൻഡക്ട് ചെയ്ത് അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത്. നേവി ഇൻഡക്റ്റഡ് ദ ഫസ്റ്റ് ബാച്ച് ഓഫ് 3 ALH Mk3 helicopters into service at HINS Hansa in April. Early this week, Navy inducted 3 ALH Mk3 at INS Dega in Visakhapatnam. ഇതൊന്നും ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക, ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇത്രയേ ഉള്ളൂ. ALH Mk3 ഹെലികോപ്റ്റേഴ്സ് നിർമ്മിച്ചതാരാണ്? HAL ആണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് വരുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബിറ്റ് കോയിന്റെ ഒരു സാധ്യതയെ കുറിച്ചിട്ടാണ് നമ്മളുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരിക്കുന്നത്. എൽ സാൽവദോർ എന്നൊരു രാജ്യമുണ്ട് നമ്മുടെ ഗ്വാട്ടമാലയുടെ അടുത്തുള്ള, അല്ലെങ്കിൽ എന്താണ്, അമേരിക്കൻ ഐക്യനാടുകളിലെ അല്ലെങ്കിൽ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ അല്ലെങ്കിൽ നോർത്തിനെയും സൗത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു ചെറിയ സ്ട്രിപ്പ് ഓഫ് ലാൻഡിനകത്തുള്ള ഒരു രാജ്യമാണ് എൽ സാൽവദോർ എന്ന് പറയുന്നത്. ഇന്ന് അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൽ സാൽവദോർ ബിറ്റ് കോയിൻ അവരുടെ ഒഫീഷ്യൽ കറൻസി ആയിട്ട് അല്ലെങ്കിൽ ഒഫീഷ്യൽ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള മീഡിയം ഓഫ് കറൻസി ആയിട്ട് ഉപയോഗിച്ചു അല്ലെങ്കിൽ ഇതിനെ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് ഒരു അനോണിമസ് ആയിട്ടുള്ള, ആരാണ് ഇതിന്റെ ക്രിയേറ്റർ എന്നുള്ളതിന് ഇന്നും അനോണിമിറ്റി നിൽക്കുന്ന ഒരു തരത്തിലുള്ള ഒരു മൈനിങ് കറൻസിയാണ് ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. ഗവൺമെന്റ് പറയുന്നു ക്രിപ്റ്റോ കറൻസീസ് ഞങ്ങൾ ഉപയോഗിക്കാൻ പോവുകയാണ്. എന്തിന്? ഈ തരത്തിലുള്ള ട്രാൻസാക്ഷൻ. കാരണം എന്താണ്? ലോകത്തിൽ പല രാജ്യങ്ങളിലും എന്താണ്, സ്വന്തമായിട്ട് കറൻസി ഇല്ലാത്ത രാജ്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് എൽ സാൽവദോർ. They predominantly using this United States of American dollar for their transactions. അതുപോലെ തന്നെ അവരുടെ GDPയുടെ 20% വരുന്നതും വിദേശ രാജ്യത്തു നിന്നുള്ള റെമിറ്റൻസ് ആണ്. വിദേശ രാജ്യത്തു നിന്നുള്ള റെമിറ്റൻസ് ഇൻ ദ സെൻസ് അവിടുത്തെ ആളുകൾ പുറത്തേക്ക് പോയിട്ടുള്ള തിരികെ ആ രാജ്യത്തിലേക്ക് വരുന്ന
പേയ്മെന്റുകളാണ് അല്ലെങ്കിൽ റെമിറ്റൻസ് ആണ് അവരുടെ GDP-യുടെ 20% എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അവരുടെ രാജ്യത്തിന് 20% അല്ലെങ്കിൽ GDP-യുടെ 20% വിദേശ നിക്ഷേപം അല്ലെങ്കിൽ വിദേശ റെമിറ്റൻസ് ആകുമ്പോൾ അവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം ഇവർ അനുഭവപ്പെടാറുണ്ട്. ഇത് പലപ്പോഴും എന്താണ്, ഇവരുടെ തീരുമാനം, ഇവരുടെ മോണിറ്ററി പോളിസി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഫെഡറൽ റിസർവുമായിട്ട് അല്ലെങ്കിൽ ഫെഡറൽ റിസർവിന്റെ തീരുമാനത്തിനനുസരിച്ച് ടർബുലന്റ് ആണ് ഇവരുടെ എക്കണോമി. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ പലപ്പോഴും ഈ ഡോളറിലുള്ള വിലക്കയറ്റത്തിൽ ഇവരുടെ രാജ്യത്തും എന്താണ് ഇൻഫ്ലേഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ എന്താണ്, ഇവർക്കൊരു എൽ സാൽവഡോറിന് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. സോ ദേ ഓപ്റ്റഡ് cryptocurrency as their official transaction medium to transact any kind of transactions, buying and purchasing, buying and selling. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് ഇന്നത്തെ ദിവസത്തിലെ ആർട്ടിക്കിളിൽ ഉയർന്നു വരുന്നത്. ഈ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് പല രാജ്യങ്ങൾക്കും പല അഭിപ്രായങ്ങളുണ്ട്. കണക്കുകൾ സൂചിപ്പിക്കുന്ന 2021 കൂടി പല രാജ്യങ്ങളും, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ഒരു ഡിജിറ്റൽ ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറാൻ ഉള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ സാധ്യതയുണ്ട് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. പക്ഷെ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചാൽ RBI പറഞ്ഞിട്ടുണ്ട് അതിനൊരു ട്രാൻസാക്ഷൻ വേളയ്ക്ക് ഇതുവരെ ഉപയോഗിക്കുന്നില്ല. അവരൊരു ബാൻ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണ്, ഈ രാജ്യത്തെ ക്രിപ്റ്റോ കറൻസി ആയിട്ടുള്ള ബിറ്റ് കോയിന്റെ ട്രാൻസാക്ഷൻ ഒരിക്കലും ഒരു നിയമവിരുദ്ധമല്ല. എന്നാൽ അതിനനുസൃതമായിട്ടുള്ള അതിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ ഈ രാജ്യത്ത് ഇപ്പോൾ നിലവിലില്ല. പക്ഷേ ബിറ്റ് കോയിനെ കഴിവതും ഒരു കൊമോഡിറ്റി ട്രേഡിംഗിൽ ഉപയോഗിക്കാനുള്ള ഒരു അനുവാദവും RBI കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഏതൊക്കെ കമ്പനികളാണ് ബിറ്റ് കോയിൻ ട്രേഡ് നടത്തുന്നതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ കണക്കുകൾ ഓരോ വർഷവും സർക്കാരിൽ സമർപ്പിക്കേണ്ടതും ഉണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇതിന്റെ പോസിറ്റീവ് സൈഡ് എന്താണ്, നെഗറ്റീവ് സൈഡ് എന്താണെന്നൊക്കെ നോക്കാം. അപ്പൊ നമുക്കറിയാം ക്രിപ്റ്റോ കറൻസി ഇസ് എ ഡിജിറ്റൽ അസറ്റ് ഡിസൈൻ ടു വർക്ക് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. നമുക്കറിയാം ഇപ്പോൾ എന്താണ്, നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ റുപ്പീസ് ആണെങ്കിലും ശരി, ഡോളർ ആണെങ്കിലും ശരി, അല്ലെ ഏതൊരു കറൻസി ആണെങ്കിലും ശരി, എന്താണ് ആവശ്യം, വിൽക്കുവാനും വാങ്ങുവാനുമുള്ള ഒരു കോമൺ മീഡിയമാണ് കറൻസി എന്ന് പറയുന്നത്. പക്ഷേ ക്രിപ്റ്റോ കറൻസി ടെക്നോളജി ഇനേബിൾഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിനിൽ ഇനേബിൾഡ് ആയിട്ടുള്ള ഒരു വിർച്വൽ കറൻസിയാണ്, വിർച്വൽ ട്രാൻസാക്ഷൻ മീഡിയമാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. They are typically use decentralized control as opposed to centralized digital currency and central banking system. Cryptocurrencies are built on back of blockchain technology, a system of distributed cryptographically secured account keeping. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് RBI എന്നൊരു സിസ്റ്റം ഉണ്ട്. RBI എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള മോണിറ്ററി പോളിസികൾ എനേബിൾ ചെയ്യുന്ന ഒരു സെൻട്രൽ ഏജൻസിയാണ്, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിങ് ഏജൻസിയാണ് RBI. അതുപോലെ എന്താ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് ഫെഡറൽ റിസർവ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ നിന്ന് മാറി ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കറൻസി സിസ്റ്റമാണ്, ഒരു സെറ്റപ്പാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്, വിച്ച് ഇനേബിൾഡ് ബൈ ദ ടെക്നോളജി അഡ്വാൻസ്മെന്റ് ഓഫ് ബ്ലോക്ക് ചെയിൻ. അത്തരത്തിലുള്ള ആദ്യത്തെ കറൻസിയാണ് ബിറ്റ് കോയിൻ. ഇന്നത്തെ സാഹചര്യം നമുക്ക് നോക്കാം. Most countries have warned their citizens against investing in cryptocurrencies and transacting in them. Some countries have tried to use the blockchain technology to create government-sanctioned digital currencies. ചില രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള, ചൈന പോലുള്ള ചില രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള ക്രിപ്റ്റോ കറൻസി ഇനേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കറൻസി സിസ്റ്റം ഉണ്ടാക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ചൈന issued digital yuan based on blockchain technology as well. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും ഇതിനുവേണ്ടി, അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം ഇതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു വളർച്ചയിലേക്ക് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ അക്സെപ്റ്റൻസിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ക്രിപ്റ്റോ കറൻസിക്ക്. RBI, നമ്മൾ പറഞ്ഞ പോലെ RBI had virtually banned the cryptocurrency trading in 2018, but Supreme Court asked the center in 2019 to frame policies on crypto. In 2020, struck down the curbs imposed by RBI. India has allowed the treatment of cryptocurrencies as commodities. നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ക്രിപ്റ്റോ കറൻസി ഒരു ബാൻഡ് അല്ല, അല്ലെങ്കിൽ ഒരു നിയമവിരുദ്ധമല്ല. പക്ഷെ എന്താണ്, ഒരു കറൻസി ആയിട്ടല്ല, പകരം എന്താണ്, ഒരു കൊമോഡിറ്റി ആയിട്ടാണ് ഈ രാജ്യത്ത് ഉപയോഗിക്കുന്നത്. എന്താണ് ഈ കൊമോഡിറ്റി എന്ന് പറഞ്ഞാൽ? കൊമോഡിറ്റി ഈസ് ഓൾ അബൌട്ട് ട്രേഡിംഗ്, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലുള്ള അല്ല അത്തരത്തിലുള്ള ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള ഒരു നമ്മുടെ ഡിബെഞ്ചേഴ്സ് പോലെ, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു
കൊമോഡിറ്റീസ് പോലെ ഒരു അണ്ടർലൈൻ ഡെറിവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ക്രിപ്റ്റോ കറൻസീസ്. ഈ അണ്ടർലൈൻ ഡെറിവേറ്റീവ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഇക്കണോമിക്സ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. Bitcoin is the first and biggest decentralized cryptocurrency which are increasingly become mainstream. Ethereum, Tether and Binance Coin are some of the many other have emerged after Bitcoin. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇതേറിയം, ടീതർ ആൻഡ് ബിനൻസ്, ഈ മൂന്നെണ്ണം പ്രധാനമായിട്ടും ഒന്ന് ഓർത്ത് വയ്ക്കുക. ചിലപ്പം എന്താണ്, ഏത് തരത്തിലുള്ള എന്താണെന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. ബിറ്റ്കോയിന് ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട 2-3 ക്രിപ്റ്റോ കറൻസീസ് ആണ് ഇതേറിയം, Tether and Binance എന്നറിയപ്പെടുന്നത്. As per available reports, by the end of 2021, at least 4 to 5 more nations will adopt Bitcoin as their sovereign acceptable currency. We will have to wait for the same as well. El Salvador move. As per the new law of El Salvador, Bitcoin as a legal tender can be used in any transaction and business will have to accept that payment for. എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ 20%-അധികമുള്ള GDP-യുടെ 20% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഫോറിൻ റെമിറ്റൻസ് ആണ്. ഇപ്പം ഫോറിൻ റെമിറ്റൻസ് ആവുന്നു. അതിന് ഇത്രയും കാലം ഈ എൽ സാൽവദോറിന്റെ അല്ലെങ്കിൽ ഈ ഒരു പേയ്മെന്റ് അല്ലെങ്കിൽ പേയ്മെന്റ് സിസ്റ്റം എങ്ങനെയായിരുന്നു? വിച്ച് വാസ് ട്രൂലി ആൻഡ് ടോട്ടലി ഡിപ്പെൻഡന്റ് ഓൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളേഴ്സ്. US ഡോളേഴ്സിൽ ഡിപ്പെൻഡന്റ് ആയിരുന്നു എൽ സാൽവദോർ. ലോ ഓൾസോ സ്റ്റേറ്റ്സ് ദാറ്റ് ഇതിനെ കുറച്ച് ഒരു അയഞ്ഞ അല്ലെങ്കിൽ ഒരു നല്ല ഒരു മുന്നോക്കം കിട്ടാൻ വേണ്ടുന്ന ചില സഹായങ്ങൾ എൽ സാൽവദോർ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് ഇത്തരത്തിലുള്ള ഏതൊരു കറൻസിയിലെ ട്രാൻസാക്ഷൻസിലും ഏതെങ്കിലും ഒരിക്കലും എന്താവുന്നില്ല, ഒരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സിലേക്ക് എത്തിക്കുന്നില്ല, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അവെയിൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചുമത്തുന്നില്ല എന്ന ഒരു നയമാണ് എൽ സാൽവദോർ ഈ ക്രിപ്റ്റോ കറൻസിയുടെ മുകളിൽ എടുത്തിരിക്കുന്നത്. എന്താണ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്? മിനിമം ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപയുടെ ഒരു സ്ഥലം വാങ്ങിച്ചു, 125 രൂപയ്ക്ക് വിറ്റു, അദ്ദേഹത്തിന്റെ ലാഭം എന്ന് പറഞ്ഞാൽ 25 രൂപയാണ്. ഇതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് വിളിക്കുന്നത്. ഈ ക്യാപിറ്റൽ ഗെയിനിനെ നമ്മൾ എന്ത് ചെയ്തു? അതായത് ഫിക്സഡ് അസറ്റുകൾ, ഇത്തരത്തിലുള്ള ക്യാപിറ്റൽ ഗെയിൻ ടാക്സുകൾ ഒഴിവാക്കുവാനുള്ള ഒരു സഹായം ആദ്യം ചെയ്തിട്ടുണ്ട് എൽ സാൽവദോർ. എന്തിനു വേണ്ടിയിട്ട്? ഓൺ ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷൻസ്. അണ്ടർ ദ ന്യൂ ലോ, എൽ സാൽവദോർ will promote necessary training and mechanism so that the population can access Bitcoin transaction. However, those who do not have access to technologies that can carry out Bitcoins are excluded from being required to accept it as payment. Bitcoin dollar exchange rate will be set up by the market. ഒരു മാർക്കറ്റ് ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള പ്രൈസ് സിസ്റ്റം ആയിരിക്കും ഈ ഒരു ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻസിൽ വരുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൽ സാൽവദോറിന്റെ അല്ലെങ്കിൽ $6 ബില്യൺ ആണ് 2019 ഇവരുടെ രാജ്യത്തിലേക്ക് വന്ന റെമിറ്റൻസ്, which is about 20% of country's GDP. 20% GDP-യുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ 20% എന്തായിരുന്നു? വിദേശത്തു നിന്നുള്ള റെമിറ്റൻസ് ആയിരുന്നു. ഈ റെമിറ്റൻസിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് ഒരുപാട് ഇന്റർമീഡിയറീസ് ഉണ്ടാകുന്നുണ്ട്. ഈ ഇന്റർമീഡിയറീസ് ഉണ്ടാകുമ്പോൾ ഈ ഇന്റർമീഡിയറീസ് അവരുടെ കമ്മീഷൻ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് പണം എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, അത്തരത്തിൽ എടുക്കാൻ സാധ്യതയുള്ള പല പേയ്മെന്റുകളും ഒഴിവാക്കുക എന്നൊരു ഉദ്ദേശം കൂടെ ഈ ഒരു മൂവ്മെന്റിന്റെ പിന്നിലുണ്ട്. The adoption of Bitcoins will not only help El Salvadorians save on transaction fees of banks and agencies, but also offer a faster method to transfer such remittance. അതായത് സമയവും എടുക്കും, അതുപോലെ ധനനഷ്ടവും എടുക്കുന്ന അല്ലെങ്കിൽ ധനനഷ്ടവും സാധ്യതയുണ്ടായിരുന്ന ബാങ്ക് ട്രാൻസാക്ഷനിൽ നിന്നും എന്താണ് ഇത് ഒഴിവാവുകയാണ്. ഏത്? ഈ ഫോറിൻ റെമിറ്റൻസ്. അതായത് ഒരു പിയർ ടു പിയർ ട്രാൻസ്ഫർ ഇവിടെ സാധ്യമാകുന്നു. അതെന്തുകൊണ്ട്? എന്തൊക്കെ ലാഭം ഉണ്ടാക്കുന്നു? സമയ ലാഭം ഉണ്ടാക്കുന്നു, ധന ലാഭം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, ഏതെങ്കിലും തരത്തിലുള്ള ഡോളർ എക്കണോമിയുടെ അല്ലെങ്കിൽ ഡോളറൈസ്ഡ് ഇക്കണോമിയുടെ ഇമ്പാക്റ്റുകൾ ഒഴിവാക്കാൻ ആർക്ക് സഹായിക്കുന്നു? ഈ എൽ സാൽവദോർ ഗവൺമെന്റിനെ അല്ലെങ്കിൽ ജനതയെ സഹായിക്കുന്നു. അതായത് ഡോളർ ബേസ്ഡ് ആയിട്ടുള്ള എക്കണോമി ആയതുകൊണ്ട് തന്നെ US ഫെഡറൽ റിസർവ് എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഇവരെയും അഫക്ട് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഈ US ഇക്കണോമിയിൽ ഉണ്ടാകുന്ന ഹയർ സെറ്റിംഗ് അപ്പ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ഇവർക്കൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുകയും ഇവർക്കും ഇൻഫ്ലേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. അതായത് US-ന്റെ പോലെ തന്നെ എന്താണ് ഇവിടെയും ഒരു ഇക്കണോമിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഉണ്ടാവുമായിരുന്നു. അപ്പൊ ആ മാറ്റങ്ങൾ ആർക്കൂടെ ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്? ഈ എൽ സാൽവദോർ എന്ന രാജ്യത്തിന് സാധിക്കുന്നുണ്ട്.
അടുത്ത ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണ്. എല്ലാവരും നമ്മുടെ ഇതിന്റെ ഒരു ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നൊരു വാക്ക് നമ്മളുടെ പ്രധാനമന്ത്രി ജൻധൻ യോജന പഠിച്ചപ്പോൾ അല്ലെങ്കിൽ കേട്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? we will have to include every single citizen of the country in the web of banking. ബാങ്കിങ്ങിന്റെ അല്ലെങ്കിൽ ബാങ്ക് എന്ന അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള സാമ്പത്തിക രീതികളിൽ അല്ലെങ്കിൽ എല്ലാ ജനതകളിലേക്കും രാജ്യത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾ എത്തിക്കുക എന്നതാണ് ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതായത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സേവനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ബാങ്കിങ് ആണ്. അതായത് എല്ലാ ആളുകൾക്കും ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കുക, എല്ലാ ആൾക്കാർക്കും ബാങ്ക് അക്കൗണ്ട്സ് നൽകാൻ സഹായിക്കുക, അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും എന്താണ് ഈ പണം കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസരം എത്തിക്കുക എന്നതും എന്താണ് ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു വ്യക്തികൾക്ക് എന്താണ് എല്ലാ ആളുകൾക്കും എന്താണ് ഒരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട്, അതായത് ഈ ബാങ്കുകളെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ. And the government also believes that the movement will boost investment, tourism and innovation, bring economic development in the country. ഇത്തരത്തിൽ ഇങ്ങനെ വരുമ്പോൾ രാജ്യം വിചാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാവുന്നുണ്ട്. അതായത് കമ്പാരിറ്റീവ്ലി ഈ മിഡിൽമെൻ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ലാതെ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഇതിലേക്ക് വരും. അതുപോലെ തന്നെ കൂടുതൽ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ രാജ്യത്തേക്ക് ഒരു കോമൺ കറൻസി ബിറ്റ്കോയിൻ എന്നൊരു സാധ്യതയും കൊണ്ട് ഈ രാജ്യത്തിലേക്ക് കടന്നു വരാനും അവരെ ചെലവഴിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതെന്ത് ചെയ്യും? ഇവരുടെ രാജ്യത്തിലെ ഇക്കണോമിയെ റിവൈവ് ചെയ്യാൻ സഹായിക്കും എന്നാണ് ഈ എൽ സാൽവദോറിന്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണ്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആയിട്ട് എടുത്തു വയ്ക്കപ്പെടുന്ന ഒന്നാണ്, ഇതിന്റെ മുകളിൽ ഒരു ഡീസെൻട്രലൈസ്ഡ് കൺട്രോൾ ആണ്, അല്ലെങ്കിൽ ഒരു കൺട്രോൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ്. രാജ്യത്തിന് ഒരു ഫോർമൽ കൺട്രോൾ ഈ ബിറ്റ്കോയിൻ മാർക്കറ്റിൽ ഉണ്ടാവുന്നില്ല. Given the essentially decentralized control approach associated with cryptocurrencies like the Bitcoin as against the traditional centralized digital currency and centralized banking system. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ വിഡ്രോവൽ അല്ലെങ്കിൽ മണി ഇൻഫ്യൂഷൻ അല്ലെങ്കിൽ മണി വിഡ്രോവൽ ഇവിടെ സാധിക്കുന്നില്ല. സോ ദാറ്റ് പലപ്പോഴും എന്ത് ചെയ്യാം? സെൻട്രലൈസ്ഡ് കൺട്രോൾ, അതായത് നമ്മൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉദാഹരണം നമ്മുടെ RBI എടുക്കാം. RBIക്ക് നമുക്ക് എന്ത് ചെയ്യാം? പല മോണിറ്ററി പോളിസീസ് ഉണ്ട്, അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റി ഉണ്ട്. മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ റിസൾട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? റിവേഴ്സ് റിപ്പോ പോലുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ CRR ഉണ്ട്, SLR ഉണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ മെക്കാനിസം ഉണ്ട്. അതുകൊണ്ട് കൂടാതെ തന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം എവിടെ ഉണ്ടാവുന്നില്ല? ഈ ഒരു മേഖലയിൽ ഉണ്ടാവുന്നില്ല. അതായത് ബിറ്റ്കോയിൻ ഉള്ളപ്പോൾ എന്താണ് ഇതൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഇല്ല, പകരം എന്താണ് ഇറ്റ് ഈസ് പിയർ ടു പിയർ ലെൻഡിങ്, പിയർ ടു പിയർ ട്രാൻസാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ഇക്കണോമിക് എമർജൻസി ഉണ്ടായാൽ ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സാധ്യത ഗവൺമെന്റ് ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നത് അനോണിമിറ്റി. ഗവൺമെന്റ്സ് ആൻഡ് ഇക്കണോമിക് റെഗുലേറ്റേഴ്സ് അക്രോസ് ദ വേൾഡ് ആർ വേരി of private cryptocurrencies also because the lack of central issuing authority or central validating agency for transaction. ഇതിനൊരു ട്രാൻസാക്ഷന് ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ടാകുന്നില്ല. അത്തരത്തിൽ വരുമ്പോഴത്തേക്ക് ഇതിന്റെ ഭാവി എന്താണ് അല്ലെങ്കിൽ പ്രവചിക്കുവാനോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് കൺട്രോൾ കൊണ്ടുവരാനോ സഹായിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഒരു പ്രോജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രോബ്ലം ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത സെക്യൂരിറ്റി റിസ്ക് ആണ്. ബിറ്റ്കോയിൻ എക്സ്ചേഞ്ച് ആർ ഡിജിറ്റൽ ആൻഡ് there are four vulnerable to hackers, operational glitches and malware. ഇപ്പൊ നമുക്കറിയാം മാൽവെയർ പോലുള്ള പല സാഹചര്യങ്ങളുണ്ട്. ചില പ്രധാനമായിട്ടും എന്താണ് ചില കമ്പ്യൂട്ടർ വൈറസുകൾ ഉണ്ടാവാം, അത്തരത്തിൽ പലപ്പോഴും അല്ലെങ്കിൽ ഹാക്കേഴ്സ് ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഒട്ടും സെക്യൂർഡ് അല്ലാത്ത ഒരു സാധ്യതയാണ് ഈ ഡിജിറ്റൽ കറൻസി എന്നുള്ളതും ഒന്ന് ഇവിടെ കണക്കാക്കേണ്ട ഒന്നാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആണ് ഗോക്സ് ഹാക്കിംഗ് ഇൻസിഡന്റ് ഇൻ 2014 which saw the Japanese exchange closed down after millions of dollars in Bitcoin were stolen. അതായത് ഗോക്സ് ഹാക്കിംഗ് ഇൻസിഡന്റ് ഇത് പലപ്പോഴും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ജാപ്പനീസ് എക്സ്ചേഞ്ച് പലപ്പോഴും അടച്ചിടേണ്ടി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? മില്യൺസ് ഓഫ് റുപ്പീസ് were stolen in the form of Bitcoin. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് പൊങ്ങി വരാം. Cryptocurrencies as commodities have been highly volatile. They have witnessed massive swings in their value. അപ്പൊ നമുക്ക് ഇത് എന്താണ് സ്റ്റേബിൾ ആയിട്ടുള്ളതൊന്നും അല്ല. ഈ ഒരു ക്രിപ്റ്റോ കറൻസീസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു വലിയ ഫ്ലക്ച്വേഷൻസ് ഇവരുടെ ഈ ബിറ്റ്കോയിൻസിന്റെ വാല്യൂസിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഇൻട്രൊഡക്ഷൻ സമയത്ത്
In 2009, Bitcoin saw its biggest gain in the value last year, having started 2020 7,200 per coin and touching around 65,000 in April 2021 before falling into 30,000, which is in dollars. 7,500 നിന്ന് 7,200 നിന്ന് എന്തായി 65,000-ലെത്തി. 65,000-ൽ നിന്ന് വീണ്ടും താഴോട്ട് പോയി $30,000 എത്തി. അപ്പോഴെന്താണ് ഇതൊരു എപ്പോഴും ഒരു ഫ്ലക്ച്വേഷന് വിധേയമാകാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ഇതിന് പലപ്പോഴും എന്താണ് ഒരു കാർബൺ ഫുട് പ്രിന്റ്, അതായത് പല ടെക്നോളജി ഇനേബിൾഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സിസ്റ്റം കണക്ട് ചെയ്യും, സെർവേഴ്സ് വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ വിച്ച് വിൽ ബി എൻഹാൻസിങ് ദ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഓർ ഹീറ്റ് എമിഷൻ. പലപ്പോഴും എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള മൈനിങ്ങിന് വേണ്ടിയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ മൈനിങ് ഓഫ് ബിറ്റ് കോയിൻ വേർ ഇൻഡിവിജ്വൽസ് ഓർ കമ്പനീസ് സെറ്റ് അപ്പ് പവർഫുൾ സിസ്റ്റംസ് ടു സപ്പോർട്ട് ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ഫോർ വിച്ച് ദേ ആർ റിവാർഡഡ് ഇൻ ദ കറൻസി കൺസ്യൂംസ് എ ലോട്ട് ഓഫ് എനർജി. ഒരുപാട് എനർജി കൺസ്യൂം ചെയ്യും എന്തിനു വേണ്ടിയിട്ട്? ഈ ബിറ്റ് കോയിൻ മൈനിങ്ങിന് വേണ്ടിയിട്ട്. ഇത്തരത്തിലുള്ള എനർജി കൺസ്യൂം ചെയ്യുമ്പോൾ ഈ എനർജി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് ഹീറ്റ് എനർജിയിലേക്കും അതുപോലെ തന്നെ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനിലേക്കും ഒക്കെ സഹായിച്ചേക്കാം, വിച്ച് വിൽ ബി counter effect for our Paris Agreement 2018 or any kind of the basic principles of Paris Agreement 2018 as well. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആയിട്ട് കണക്കാക്കേണ്ടതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡുമായിട്ട് നമ്മൾ അല്ലെങ്കിൽ കാണേണ്ടത്. ഇതൊക്കെയാണ് ഇന്നത്തെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പത്രവാർത്തകളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേഷൻ ഒലീവിയയും 2 ഈ ക്രിപ്റ്റോ കറൻസിയുമാണ്. ഇതൊന്ന് വായിക്കുക, അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള നോട്ടുകൾ തയ്യാറാക്കാൻ ശ്രമിക്കുക. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.